ഹായ് എവരി വൺ, എല്ലാവർക്കും ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ്സിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവ് മൈൻഡിൽ എപ്പോഴും ഇരിക്കുക. നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാനും കൂടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് എന്തൊരു ചെറിയ നല്ല കാര്യം കിട്ടിയാലും അതിൽ യൂണിവേഴ്സിന് നന്ദി എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെങ്കിലേ നമ്മളിലേക്ക് നന്മകൾ വീണ്ടും വീണ്ടും വരികയുള്ളൂ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിനേറ്റ് ആകുമെന്ന് അറിയില്ല. റെസിനേറ്റ് ആകുന്നവർ എടുക്കുക. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കറണ്ട് എനർജി എന്താണെന്നാണ് നോക്കുന്നത്. എല്ലാവരുടെയും കുറച്ച് എനർജിയൊക്കെ ഉണ്ടാവും. അപ്പം ഒരുപാട് ഈ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കറക്റ്റ് റീഡിംഗ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ റെസിനേറ്റ് ആവുന്നവർ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി കറണ്ട് എനർജിയാണ് നോക്കുന്നത്. പേഴ്സൺ തേർഡ് പാർട്ടി, നിങ്ങൾ പേഴ്സൺ തേർഡ് പാർട്ടി, നിങ്ങൾ കറണ്ട് എനർജി. അപ്പോൾ ഓരോ വേറെ ഇടാം, അതാ നല്ലത്. ആദ്യം പേഴ്സൻ്റെ, ഇനി തേർഡ് പാർട്ടി എനർജി. ഇനി നിങ്ങളുടെ എനർജി. ഓവറോൾ എനർജി വന്നത് ഒരു 8 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്. ഇത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തടസ്സങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം റിലേഷൻഷിപ്പിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ സ്ട്രെങ്ത്ത് കുറഞ്ഞതായിട്ടാണ് കാണുന്നത് റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഫ്രീ ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം ആദ്യം തന്നെ വന്നിട്ടുള്ള ഒരു 7 ഓഫ് സോർഡിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് കാണുന്നത് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ അവിടേക്ക് അവരുടെ അടുത്തേക്ക് കടന്ന് ചെല്ലാൻ പറ്റാത്തതും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നായി കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ കംഫർട്ടല്ല എന്നാണ് കാണുന്നത്. അവർ ഈ സിറ്റുവേഷനിൽ അവർ കംഫർട്ടബിൾ അല്ല. ഈ ഒരു വ്യക്തിയോടൊപ്പം അല്ല അവരിപ്പോൾ ജീവിക്കേണ്ടതെന്നിപ്പം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ 4 വശത്തു നിന്നും അവർക്ക് ഒരു സ്ട്രഗിൾ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 3 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് എന്തായാലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു സെലിബ്രേഷനും സൗഹൃദവും ഒക്കെ ആ ഒരു ആഘോഷമാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്നും അവർ ഒത്ത് സന്തോഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു 9 ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്കിപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നിങ്ങളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഒറ്റപ്പെട്ടൊരവസ്ഥയുള്ളത്, ആരോടൊന്നും പറയാൻ കഴിയേണ്ട വിഷമിച്ചത് എല്ലാ ദിവസവും ഈ എനർജി വരുന്നുണ്ട്. അപ്പോൾ അത്രയും ആണെന്നാണ് കാണുന്നത്. അപ്പം വ്യക്തി വളരെ സങ്കടത്തിലാണ്. അയാളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ട്, നിങ്ങളും നഷ്ടപ്പെട്ട്, ഇപ്പോൾ നിങ്ങളുടെ സ്നേഹമാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടാവില്ല, മനസ്സുകൊണ്ട് അകന്നു പോയി എന്നൊക്കെയുള്ള ഒരു സങ്കടമാണ് ഇപ്പോൾ അയാൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാകും. അത് കേട്ട് മനസ്സ് തകർന്ന് ഇപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഇപ്പോൾ ആ വ്യക്തി ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഒരു പേജ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങളുടെ ഓർമ്മകൾ വിട്ട് കളഞ്ഞില്ല എന്നാണ് കാണുന്നത്. ഇട്ട് കളഞ്ഞില്ല, അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അപ്പോൾ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് മനസ്സിൽ നിന്ന് നിങ്ങളെ കഴിഞ്ഞ ഓർമ്മകളൊന്നും പോകുന്നില്ലെന്നാണ് കാണിക്കുന്നത് അയാളുടെ മനസ്സിൽ. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങളെ മുഖം എന്താ തേർഡ് പാർട്ടീൻ്റെ കൂടെ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ കുറിച്ചിട്ടാണുള്ള ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ഓരോ ഓർമ്മകൾ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളിപ്പം ഫിനാൻഷ്യലി സഫിഷ്യൻ്റ് ആയ ഒരു മെച്യൂർഡായിട്ട് ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തേണ്ടത് ഈ വ്യക്തിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ് അതിന് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ഉടൻ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് പ്രണയമൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ രണ്ട് സിറ്റുവേഷനും കൂടെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അപ്പോൾ അയാൾ നിൽക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ ഉള്ള അവസ്ഥയും നിങ്ങളുടെ രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കൃത്യമായൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുകയാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് കുറച്ചധികം പണമൊക്കെ എങ്ങനെയോ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈഫിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക പ്രശ്നം ചിലപ്പോൾ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും പ്രശ്നമൊക്കെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നമാക്കി വെച്ച് കടാക്കി വെച്ച് എന്തെങ്കിലും കാരണം പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി എന്ന് കാണുന്നുണ്ട്. ഇപ്പം നല്ല ധാരാളം പണമൊക്കെ വന്നു ചേർന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സാമ്പത്തികമായ എല്ലാ കാര്യത്തിലും ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇതിൽ ഒരു ഡെവിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും, പണമുള്ളവരായിരിക്കും, ജോലിയുള്ളവരായിരിക്കും, എല്ലാം കൊണ്ടും ഒരു ഉയർന്ന നിലയിലുള്ള ആളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് അവരോട് ഇവർക്ക് എന്തോ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നി അവരുടെ അടുത്തേക്ക് പോയതാണ്. അവരുമായിട്ട് എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് പോരാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഈ സാമ്പത്തികമായും അല്ലാത്ത ബന്ധങ്ങളൊക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് പോലെ എന്തോ ചെയ്തു വെക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് പോകാതെക്കാനോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അതാണിവിടെ കാണിക്കുന്നത്. ഒരു മൂൺ എനർജി വന്നിട്ടുണ്ട് അവരുടെ കാർഡിൽ. അപ്പം അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്, എനിക്ക് ഒരു നല്ലൊരു ജീവിതം ഇല്ലാണ്ടാകാൻ കാരണം എന്താണ്. അവർക്കിപ്പോൾ ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാണക്കേട് തോന്നുന്നു. അപ്പോൾ അവർക്ക് നാണക്കേട് തോന്നണമെങ്കിൽ അവരിപ്പോൾ അത്രയും കുടുംബങ്ങളുടെയും ചുറ്റുപാടുള്ള ആളുകൾ സമൂഹത്തിലൊക്കെ ഇവരുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞ് അവരിപ്പോൾ നാണം കെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ നാണം കെട്ട് തല താഴ്ത്തി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ തന്നെ മിസ്റ്റേക്കാണ് ഇതിനൊക്കെ കാരണം അവർക്കിപ്പം ഒരു തിരിച്ചറിവ് വന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി തേർഡ് പാർട്ടി എനർജി നോക്കാം. തേർഡ് പാർട്ടി എനർജി 2 wands കപ്പ്. ഒരു തേർഡ് പാർട്ടീൻ്റെ എനർജി വന്നത് ഇതിൽ കൂടുതൽ 6ൻ്റെ എനർജി വന്നത്. 6 of wand, 6 of cup, 6 of sword, 6 of എന്തോ 6 മന്തിൻ്റെ അങ്ങനെ എന്തോ കാര്യം നിങ്ങളിലേക്ക് വരാനുണ്ടാവും. ചിലപ്പോൾ 6 മന്തിൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കാൻ സാധ്യത ഉണ്ടാവും. അതാണ് ഇങ്ങനെ 6 വന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ ഒഴിഞ്ഞു പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അപ്പോൾ ആദ്യം വന്നത് 6 of wand എനർജിയാണ്. അപ്പോൾ ഇത് തേർഡ് പാർട്ടി എനർജിയാണ്. നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ പേഴ്സൻ്റെയാണ്, ഇപ്പോൾ പറയുന്നത് തേർഡ് പാർട്ടി എനർജിയാണ്. ഇപ്പോൾ തേർഡ് പാർട്ടി എനർജി അപ്പോൾ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മനസ്സിലൊക്കെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം എന്താണ് ചിലപ്പം ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവർക്ക് സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഈ നിങ്ങളുടെ പേഴ്സണായിട്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇപ്പോൾ നേടിയെടുക്കണം. ഈ ഇവർ കൊടുത്ത പണം എന്തോ കിട്ടാൻ അങ്ങനെ എന്തോ കാര്യം ഉണ്ടാവും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരിക്കും. എന്നിട്ട് ഇവർക്ക് വേറെ ചോയ്സ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് പണം കിട്ടിയിട്ട് വേണം ഇവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്താൻ എന്നാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പണത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഒരു 6 of cup എനർജി വന്നത്. ഇതെന്താ പറയുന്നത്,
ഇവർക്ക് പാസ്റ്റിൽ നിന്നുള്ള എന്തോ ഒരു കാര്യം ഇവരിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പായി പോയ ആൾ ഇവരെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ടാവും. ഇവരെ കൂടെ പഠിച്ച ആളുകളോ ജോലി സ്ഥലത്ത് നിന്ന ആളുകളോ ഇവർ ആദ്യം താമസിച്ച സ്ഥലത്തുള്ളവരാരോ ഇവരുടെ അടുത്തേക്ക് ഇപ്പോൾ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാളവർ നോട്ട് കോണ്ടാക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെന്നും കൂടെ കാണുന്നുണ്ട്. ആ കാരണം കൊണ്ട് ഇവരെ ഇപ്പോൾ ഉള്ള വ്യക്തിയെ എങ്ങനെയെങ്കിലും വിട്ടു പോകണമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞതൊക്കെ തിരിച്ച് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവർ നിൽക്കുന്നത്. ഒരു ടു സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ തേർഡ് പാർട്ടിയും എന്തൊക്കെയോ മാനസിക പ്രശ്നത്തിലാണുള്ളത്. അവർക്ക് ചിലപ്പോൾ വേറൊരു ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇനിയിപ്പം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നിർത്തി പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ചിന്തിച്ച് ഇപ്പോൾ ഈ പേഴ്സണെ വിട്ട് പോകണം. അപ്പോൾ ഇവരുടെ നിന്ന് പൈസ കിട്ടാണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരിങ്ങനെ തടഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അവർ സ്വയം ബന്ധിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാലും ഒരു സ്വസ്ഥത കിട്ടുന്നില്ല, അവർക്ക് സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ മറ്റൊരിടത്തിലേക്ക് പോകണം, ഇവിടെ നിൽക്കണം എന്നൊരു ജിഗ്ലിംഗ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ തേർഡ് പാർട്ടി ഉള്ളതെന്നാണ് കാണുന്നത്. ഒരു 6 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം ഇവർ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ എങ്ങോട്ടേലും പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സണിൽ നിന്ന് വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സമാധാനമുള്ള ഇവർക്ക് സമാധാനം, തേർഡ് പാർട്ടിക്ക് സമാധാനം തോന്നുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് തുടർന്ന് പോകാൻ ഇവർക്ക് താല്പര്യമില്ലാത്തതാണ് കാണുന്നത്. ഇപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിക്ക് പൈസ അവർ കൊടുത്ത പൈസ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്. അപ്പോൾ അവർ കൊടുത്തു പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണെന്നാണ് കാണുന്നത്. അവർ ഈ പൈസ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവർക്ക് അല്ലാതെ യാതൊരു ഇമോഷനും ഈ പേഴ്സണോടില്ല. അപ്പോൾ അതെങ്ങനെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരൊറ്റ മനസ്ഥിതിയായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സ്റ്റാർ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിക്ക് ഒരു പുതിയ പ്രതീക്ഷ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നടപ്പിലാക്കണം, അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിൽ വിജയിക്കണം എന്നൊക്കെയുള്ളൊരു പരിപാടിക്കായിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനങ്ങളാണ് അവരുടെ അടുത്തുള്ളത്. ഇനി നിങ്ങളുടെ എനർജി എന്തൊക്കെയാണെന്ന് നോക്കാം. 4 of wands, 5 of wands, 4 of sword, ഫൂൾ കാർഡ്, ഡെത്ത്, ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ എനർജിയിൽ ആദ്യം തന്നെ വന്നത് ഒരു 4 of wandsൻ്റെ എനർജിയാണ്. 4 of wandsൻ്റെ എനർജി ഇത് ചിലപ്പോൾ ഒരു ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ ഉള്ളൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫാമിലി ആയിട്ടും വരും. എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുള്ള നിങ്ങളുടെ മനസ്സ് അങ്ങനെ ഒരു മാറ്റിയെടുത്തുണ്ടാവും. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ ചിലപ്പോൾ ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മുൻപേ പരിചയമുള്ള ഒരാളായിട്ടായിരിക്കും ഉണ്ടായത്. അപ്പോൾ അവർ അങ്ങനെയുള്ളൊരു അടുപ്പം കാരണമായിരിക്കും നിങ്ങൾ അടുത്തത് അല്ലെങ്കിൽ വിവാഹം കഴിച്ചത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്ന പോലെ വേറെ ആർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള അത്രയും ഒരു ഡീപ്പായിട്ടുള്ളൊരു ബന്ധമാണ് നിങ്ങളുടേതെന്നാണ് കാണുന്നത്. ഒരു 5 of wandsൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിത് ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കിട്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വീട്ടിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് വലുതാക്കിയതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നങ്ങൾ വലുതാക്കിയത് പിന്നെ അല്ലാത്ത വ്യക്തികളായാലും വിവാഹം കഴിക്കാത്തവരായാലും പിന്നെ അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഒരു നല്ല രീതിയിൽ നിങ്ങളെ ബന്ധം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല. അപ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ എന്തോ സീക്രട്ട് കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നേരെ തിരിച്ചു ആവാനും സാധ്യതയുണ്ട്. രണ്ട് പേരും തീരെ വിട്ടുകൊടുത്തില്ല.
അപ്പോൾ അങ്ങനെ ഇത് രണ്ടും അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വലിയൊരു പ്രശ്നമാക്കി എടുത്തതെന്നാണ് കാണുന്നത്. അടുത്തത് നിങ്ങളുടെ എനർജി എന്നത് ഒരു 4 സോഡിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലും ഒരു പ്രതീക്ഷയും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളൊരു ആക്ഷനും എടുക്കാതെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. രണ്ട് പേരും ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അത് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് നിങ്ങൾ എപ്പോഴും ഉള്ളത്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു വിഷമമാണ് നിങ്ങൾക്കുള്ളത്. അടുത്ത് വന്നത് ഒരു ഫൂൾ കാർഡാണ്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങളിപ്പോൾ എന്തൊക്കെയോ തീരുമാനം എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ പോവുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ ലൈഫിൽ നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ആ റിലേഷൻഷിപ്പിൽപ്പെട്ട ഈ ബ്രേക്കപ്പായ ആ ഒരു പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് ആ വിഷമത്തിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനുള്ള ഒരു അവസ്ഥയിലെത്തി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആൾക്കാർ മൂവ് ഓൺ ചെയ്ത് പോയതായിട്ട് കാണുന്നുണ്ട്. മറ്റ് ചില ആളുകൾ റിലേഷൻഷിപ്പിൽപ്പെട്ട് പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് ഒരു മാരേജ് അങ്ങനെയൊക്കെ വരാൻ സാധ്യതകളായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ അവരുടെ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്ത് അവരിലേക്ക് എടുക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പലർക്കും പല എനർജിയാണ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് വരുന്നതൊന്നും അറിയില്ല. അപ്പോൾ അതൊരു പുതിയ പ്രതീക്ഷയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ബന്ധം വിട്ട് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് ജോലിക്കോ അല്ലെങ്കിൽ വേറെ എന്താ ആവശ്യത്തിനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാകും. ചിലപ്പം വേറൊരാളായിട്ട് റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടാവും. ഇതൊരു നല്ല കാർഡാണ്. ഏതോ രീതിയിലാണ് ചിലപ്പോൾ എല്ലാം കൊണ്ടും ഒരു നന്മ വരുന്നതായിട്ടാണ് കാണുന്നത്. പേഴ്സണെ വേണ്ട വിചാരിക്കുന്നവർക്ക് അവരുടെ ഏത് രീതിയിലാണ് മനസ്സിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ആ രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കും. ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരുപാട് ലക്ഷ്യങ്ങളുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരു മിസ്റ്റീരിയസ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവരിങ്ങനെ നിങ്ങളെ വിട്ട് പോയതുകൊണ്ട് നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആരും വേണ്ട, ഇല്ല ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അതിനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കുകയാണ് അയാൾ. അപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച കാര്യം എൻ്റെ ആവുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് പേർക്ക്. ഇനി ബാക്കി ചില ആളുകളത് എന്താണെന്ന് നോക്കാം, മറ്റു ചിലരത്. അപ്പോൾ നിങ്ങളുടേത് കുറച്ച് ആളുകളുടെ എൻഡായി. മറ്റ് ചിലർ വ്യക്തികളെ ഇത് കാണുന്ന വ്യക്തികളെ ലൈഫിലേക്ക് എന്താ ഇനി മുന്നോട്ടുള്ളതെന്ന് നോക്കാം. എന്താണ് ഇനി മുന്നോട്ടുള്ള കാര്യമെന്ന് നോക്കാം. അവരൊരുപാട് വേദന വിഷമം, അപ്പോൾ തീരെ ഒരു അവോയ്ഡ് ചെയ്ത് തീരെ വില വെക്കാത്ത ആൾക്കാരെ കൂടെ ഇങ്ങനെ പിന്നാലെ നടക്കുന്നതിലും നല്ലത് അവരവരെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതാണ്. എന്തിനാ വില കെട്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യം? മറ്റൊരു 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ചില ആളുകൾക്ക് നല്ലൊരു കുടുംബജീവിതം ഫാമിലി ആയിട്ട് ജീവിക്കാനുള്ള ഇതാണ് കാണുന്നത്. ഒരു ഹാപ്പി ഫാമിലി, സോൾ കണക്ഷനുള്ള ഫാമിലിയാണത്. അപ്പോൾ അവർ ഒന്നിച്ച് ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 10 ഓഫ് കപ്പിൻ്റെ എനർജി, സന്തോഷമുള്ള കുട്ടികളൊക്കെ നിറഞ്ഞ ഒരു കുടുംബജീവിതം ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലാത്തൊരു കല്യാണം കഴിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പം എത്ര ആളുകൾ കാണും, അവർക്കൊക്കെ ഓരോരുത്തർക്ക് പല എനർജി. അപ്പോൾ പേഴ്സണൽ ജനറൽ റീഡിങ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ നോക്കേണ്ടി വന്നത്. അപ്പോൾ പലർക്കും ചിലർക്ക് എൻഡ് ആവുന്നു, ചിലർക്ക് പുതിയൊരു തുടക്കമായിട്ട് കാണുന്നുണ്ട്. അതിൽ ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നത് ഇപ്പോൾ രണ്ടാമതെടുത്ത്. അതൊരു പുതിയ തുടക്കത്തെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളെ എനർജിയിൽ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് കാരണം നിങ്ങളിപ്പോൾ അത് ഇവിടെ ഇപ്പോൾ ആദ്യം വന്നത് ഒരു ഡെത്ത് കാർഡാണ്. അപ്പോൾ ഈ എൻഡായ ആൾക്കാർക്ക്
പിന്നെ ഒരു നീതി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരെ സ്നേഹിച്ച് കുറേ കാലം അവരെ കൂടെ ജീവിച്ച് അവരെ മനസ്സ് കൊടുത്ത് എല്ലാം കൊടുത്ത് ഇവരെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീതി കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അവർ പിന്നെ കേസുമായിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവരോട് ചെയ്ത ചീറ്റിങ്ങിനും എല്ലാ കാര്യത്തിനും അവർക്ക് നീതി കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഓരോരുത്തരും ഓരോ സിറ്റുവേഷനായിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു.